ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നു ബിഗ് ബോസിൻ്റെ 4th എപ്പിസോഡിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ റിവ്യൂ ഇതിൽ നമുക്ക് ലൈവിൻ്റെ ഒരു അപ്ഡേഷനും കൂടെ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബിഗ് ബോസ് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് കാണിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് മോർണിംഗ് സോങ് ഇട്ടുകൊണ്ടാണ്. മഞ്ഞുമൽ ബോയ്സ് മോർണിംഗ് സോങ് ആണ് ഇട്ടത്. അത് കഴിഞ്ഞ് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് അടുത്ത സീനായിട്ട് കാണിക്കുന്നത് നിവീൻ ഇന്നലെ ആരുടെയോ പെട്ടിയെടുത്ത് എന്തോ മോഷ്ടിക്കുന്നതൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അതെന്താണെന്നാണ് ഈ മോർണിംഗിൽ തന്നെ കാണിക്കുന്നത്. നിവിൻ മോഷ്ടിച്ചിരുന്നത് നമ്മുടെ ആര്യൻ്റെ ബാൻഡായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നിവിൻ ആ ഡ്രസ്സ് ഇട്ട് മടുത്തു. യൂണിഫോം പോലുള്ള ഡ്രസ്സ് എനിക്ക് വേണ്ട, എനിക്കതിൽ നിന്ന് മാറ്റം വേണം, എനിക്ക് കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ് വേണം, ഇങ്ങനെ ഒറ്റ കളറുള്ള ഡ്രസ്സൊന്നും ഞാൻ ഇടാറില്ല എന്നൊക്കെയാണ് പറയണത്. എന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഇതെടുത്തിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ ഡ്രസ്സുകൾ അയച്ചു തരൂ എന്നൊക്കെ പറയുന്നുണ്ട് നിവിൻ ചെയ്യണത് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബാൻഡ് ഇനി ആരും മോഷ്ടിക്കരുത്, ഇപ്പം ആരുടെ കയ്യിലാണോ ഉള്ളത് അവിടെ തന്നെ ഇരിക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞതാണ്. അതിന് ശേഷമാണ് നിവിൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്ത് ബിഗ് ബോസ് പണിഷ്മെൻറ്റ് കൊടുക്കുമോ അതോ അത് അങ്ങനെ അവരുടെ ഗെയിം പ്ലാൻ എന്നുള്ള രീതിയിലാക്കുമെന്ന് അറിയില്ല. എന്തായാലും ചെയ്ത കാര്യം ശരിയല്ല. കാരണം മോഷ്ടിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞതാണ് ബിഗ് ബോസ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ അനുമോളും അപ്പാനി ശരത്തും സംസാരിക്കുന്നത്. അനുമോള് അപ്പാനി ശരത്തിനോട് പറയുന്നുണ്ട് ഇവിടെ കുറേ പാഷാണത്തിൽ കൃമികളുണ്ട്, എല്ലാവരെയും ഒന്ന് പൊളിച്ചടക്കണം. അപ്പോൾ അപ്പാനി ശരത്ത് പറയുന്നുണ്ട് ഞാൻ അതിൽപ്പെട്ട ആളല്ല, എന്നെ നീ അതിൽ കൂട്ടണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അനുമോൾ പറയുന്നുണ്ട്, അപ്പോൾ ശരത്തിനോട് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? കാരണം 4 എപ്പിസോഡായിട്ട് ഇവിടെ 4 എപ്പിസോഡും പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അനീഷിൻ്റെ പുറകെ പോണു, അനീഷിന് ഒരു കണ്ടന്റ് കൊടുക്കുന്നു, അതിന് പിന്നാലെ എല്ലാവരും പോണു. 4 എപ്പിസോഡായിട്ട് അനീഷിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഓരോ എപ്പിസോഡും പോകണമെന്ന് അനുമോൾ പറയുന്നുണ്ട്. പക്ഷേ ശരത്ത് അത് സമ്മതിക്കണില്ല. അവൻ നന്നായി കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയണത്. ശരിയാണ്, അനീഷ് ഒരു കണ്ടന്റും മനഃപൂർവ്വം അവിടെ ഇട്ട് കൊടുക്കുന്നു. അവൻ വീടിന് ചുറ്റും നടക്കുന്നു, അവൻ്റെ പിന്നാലെ എല്ലാവരും നടക്കുന്നു. ലൈവിൽ ഇത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എപ്പിസോഡിലേക്ക് വരുമ്പോഴാണ് ചെറിയൊരു മാറ്റമൊക്കെ കാണുന്നത്. ലൈവിൽ അനീഷ് എന്തെങ്കിലും പറയുന്നു, അതിൻ്റെ പുറകെ എല്ലാവരും പിടിച്ചാൽ പിന്നെ അയാൾ എന്തോ പറയുന്നു, അയാൾക്ക് ക്യാമറ ഫോക്കസിന് വേണ്ടി പറയുന്നു, അയാൾ എന്തോ പറഞ്ഞിട്ട് പോട്ടെ. ഇത്രയും ബിഗ് ബോസ് സീസൺസ് കഴിഞ്ഞതാണല്ലോ, എന്തായാലും ഇതുപോലെ ഓരോരുത്തരും ഉണ്ടാവും. പിന്നെ സീസണിലും ഇതുപോലെ ഒരാളുണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണ് രതീഷ്. അതിന് മുമ്പത്തെ സീസണിലാണെങ്കിലും ഇപ്പോൾ നമ്മുടെ മാരാറിൻ്റെ പിറകെ ആയിരുന്നു എല്ലാവരും. മാരാറ് എന്തെങ്കിലും എടുത്തിടും, അയാളുടെ പുറകെ എല്ലാവരും പോവും. അങ്ങനെ ആയിട്ടാണ് അയാൾക്ക് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, അയാൾ ക്യാമറ സ്പേസിന് വേണ്ടിയാണ് പറയണത് എന്നൊന്ന് ചിന്തിച്ചാൽ പോരെ. പക്ഷേ അവർക്കും ഈ അതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ പ്രഷർ ആവുണ്ടാവും. നമുക്ക് ഇവിടെ ഇരുന്ന് കാണുമ്പോൾ എന്താണ് ഇയാൾ ചെയ്യണത് എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. അപ്പോൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് 24 hours ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും. അടുത്തത് വന്നാണ് നമ്മുടെ മോർണിംഗ് ടാസ്ക് ഓമന പേര്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരെന്തായാലും അത് പോയി കാണുക. അതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ട പേര് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേണു സുധിനെ അക്ബർ വന്ന് സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞതാണ്. പക്ഷേ അക്ബർ വന്ന് സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞത് തെറ്റാണ്. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ നമ്മുടെ രേണു സുധി പുറത്തുനിന്ന് കേട്ടിട്ടാണ് അകത്തേക്ക് പോയിരിക്കുന്നത്. രേണു സുധിൻ്റെ ഓരോ വീഡിയോൻ്റെ താഴെയും പോയി നോക്കിയാൽ കാണാം അവിടെ എന്തെല്ലാം പേരാണ് നിരന്ന് കിടക്കുന്നതെന്ന്. അതിൽ വലിയ പേരൊന്നുമല്ല, എന്നാലും പറഞ്ഞത് തെറ്റാണ്, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത്രയ്ക്കൊന്നും പോകണ്ടായിരുന്നു. കാരണം ഓമന പേര് എന്നാണ് പറഞ്ഞത്. ഫണ്ണി ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. അക്ബർ അത് പറഞ്ഞത് ശരിയല്ല. പക്ഷേ തിരിച്ച് രേണു സുധി അക്ബറിനെ വിളിച്ചിട്ടും പറയുന്നുണ്ട് വേട്ടക്ക് നിൽക്കുകയാണ്, വേട്ടപ്പട്ടിയാണ് എന്നൊക്കെ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് രേണു സുധി ഈ ഓമന പേരൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ പോയിരുന്നിട്ട് എന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു, എനിക്കത് സഹിക്കാൻ വയ്യ, ഇങ്ങനെ ഇതുവരെ എന്നെ ആരെയും വിളിച്ചിട്ടില്ല, പല പേരുകളും ഞാൻ കേട്ടിട്ടുണ്ട്, ഇതാദ്യമായിട്ടാണ്, എന്നെ അത്രക്കും മോശമായിട്ടാണ് ഇതാക്കിയത്, ഞാനൊരു അമ്മയല്ലേ, ഞാനൊരു സിംഗിൾ മദറല്ലേ, ഞാൻ അമ്മമാരെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. ഭയങ്കരമായിട്ട് എനിക്ക് അത് കണ്ടപ്പോൾ എന്താ തോന്നിയെന്ന് വെച്ചാൽ വിക്ടിം കാർഡ് ഇറക്കണ പോലെ തോന്നി. കിട്ടിയ ഒരു
കിട്ടിയൊരു എന്താ വള്ളിയിൽ പിടിച്ച് കയറാം. കാരണം സ്വന്തമായിട്ട് അവിടെ കണ്ടൻ്റ് ഒന്നും ഉണ്ടാക്കണില്ല. ചുമ്മാ ഈ പറഞ്ഞ ശാരികയാണെങ്കിലും രേണുസുതി ആണെങ്കിലും ചുമ്മാ അവിടെ എവിടെയും പോയിരിക്കുന്നു, ആരെങ്കിലും പറയുന്നതിൽ കേട്ടിട്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ രേണുസുതിന് ഒരു നൂല് കിട്ടിയപ്പോൾ, ഒരു ചരട് കിട്ടിയപ്പോൾ അതിൽ പിടിച്ച് കയറാം. നല്ല വിക്ടിം കാർഡ് തന്നെ അവിടെ ഇറക്കുന്നുണ്ട്. പറയുന്നുണ്ട് ഞാനൊരു സിംഗിൾ മദറാണ്, അപ്പം അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ഒരു വിധവയാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഇമോഷണൽ ഡ്രാമ പോലെ തോന്നി എനിക്കത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. ഇനി ഇതിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. അടുത്ത സീന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പാനി അക്ബറും തമ്മിൽ സംസാരിക്കണതാണ്. എന്താണ് സംസാരിക്കണമെന്ന് വെച്ചാൽ 8 വോട്ടുകളോട് കൂടിയിട്ടാണ് ശൈത്യ ഈ നോമിനേഷനിൽ പോയിരിക്കുന്നത്. അപ്പം നമ്മൾ ആരെങ്കിലും ഒന്ന് വിചാരിച്ചാൽ അവളെ പുറത്താക്കാൻ പറ്റും, അല്ലെങ്കിൽ അവളെ ഫുൾ സപ്പോർട്ട് കൊടുക്കുക, എന്നിട്ട് ബിൻസിയെ പുറത്താക്കാൻ നോക്കുക. ഇന്ന് ആരാണോ നന്നായി ഉറങ്ങുന്നത് അത് നമുക്കിന്ന് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരാളെ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യണം, അതിനെക്കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ 4 പേരും സഹായിക്കില്ല ഈ ഒരാളെ എടുത്തുകൊണ്ട് പോകാൻ. ആരെങ്കിലും ഒരാൾ ഉണർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ അവരുടെ ഭാഗത്തേക്ക് ആക്കിയിട്ട് അതിന് ശ്രമിക്കണം എന്നുള്ള രീതിയിലുള്ള ടോക്കാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അടുത്ത് പിന്നെ അക്ബറും അബിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അടുത്ത സീനിൽ. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ഭയങ്കര നിർണായകമാണ്. കാരണം ഇന്നലെ ഉറങ്ങാത്തവർ ഇന്ന് എന്തായാലും ഉറങ്ങും. ഒരു ദിവസമൊക്കെ ഉറക്കമൊഴിച്ചിരിക്കും, അടുത്ത ദിവസം എന്തായാലും ടയേർഡായിട്ട് ഉറങ്ങും. പോരാത്തതിന് ഇന്ന് ഗെയിമും കൂടെ ഉണ്ടായിരുന്നല്ലോ, അപ്പം എന്തായാലും ഉറങ്ങും. അപ്പോൾ ജിസേൽ നന്നായി ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അപ്പം അവളെ പൊക്കാൻ നോക്കണം എന്നുള്ള ആ ഒരു രീതിയിൽ ബിൻസിനെയോ ജിസേലിനെയോ ആണ് ഇവർ പറയുന്നത്. അടുത്ത ഇതിൽ നമ്മുടെ രേണുസുതി പറയുന്നതാണ് കാണിക്കുന്നത്. രേണുസുതി ന്യൂറയോട് പറയുകയാണ്, ഓമന പേരിൽ എന്ത് വേണേലും വിളിച്ചോട്ടെ, പക്ഷെ ഇങ്ങനെ ഒരു പേര് വിളിക്കണ്ടായിരുന്നു. ഞാനൊരു അമ്മയല്ലേ, നേരത്തെ പറഞ്ഞില്ലേ അമ്മയല്ലേ, ഒരു വിധവയല്ലേ, എല്ലാ അമ്മമാരെയും വിധവനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് പോയത്. അങ്ങനെയൊക്കെയുള്ളൊരു ഇത് ഭയങ്കര വിക്ടിം കാർഡാണ് കേട്ടോ അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടിട്ട് തന്നെ നല്ല ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നുണ്ട്. ഈ രേണുസുതിൻ്റെ സംസാരത്തിൽ നിന്ന് കിട്ടിയ ഒരു ചരട് എങ്ങനെയും അത് പുറത്ത് നല്ല PR വർക്ക്സ് നടക്കുന്നുണ്ട്. ഓരോ യൂട്യൂബ് ചാനൽസിൻ്റെ ഇടയിലും ഈ ഇതിനെക്കുറിച്ച് പറയുന്നവരുടെ ഇടയിലും നല്ല രീതിയിൽ തന്നെ രേണുസുതിക്ക് സപ്പോർട്ടായിട്ട് കമൻസുകൾ കാണുന്നുണ്ട്. എന്തായാലും രേണുസുതി കിട്ടിയ കാശൊക്കെ PR കൊടുത്തിട്ടാണ് വന്നതെന്ന് തോന്നുന്നുണ്ട്. കാരണം അങ്ങനത്തെ കമൻറ്റുകളാണ് എല്ലാവരുടെയും കാണുന്നത്. കാരണം രേണുസുതി പ്രത്യേകിച്ചൊന്നും അതിലൊന്നും ചെയ്യണില്ല, പക്ഷേ പുറത്ത് നല്ല പുകഴ്ത്തിപ്പാടലൊക്കെയാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് PR ടീംസ് നന്നായി വർക്ക് ചെയ്യണുണ്ടെന്ന്. അടുത്തത് ഒരു ടാസ്ക്കാണ് വന്നത്, ഭാഗ്യത്തിൻ്റെ പണിപ്പെട്ടി എന്നാണ്. വീക്ക്ലി ടാസ്ക് ആയിരുന്നു. അതിൽ വന്നിട്ട് എന്തായിരുന്നെന്ന് വെച്ചാൽ കല്ല് പെറുക്കലാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ലാലേട്ടൻ മറ്റേ പ്രമോലൊക്കെ പറഞ്ഞിരുന്നു കുപ്പിയിൽ വെള്ളം നിറക്കുന്ന ടാസ്ക് ഒന്നും കൊടുക്കരുതെന്ന്. പക്ഷേ ആ കണക്കൊരു ടാസ്ക് തന്നെയായിരുന്നു ഇതും. കാര്യമൊന്നുമില്ല. കാരണം 3 കളറുള്ള കല്ലുകളുണ്ട്, ഗോൾഡൻ കളറ്, ബ്ലാക്ക്, റെഡ്. ഇതിൽ ഗോൾഡൻ കളർ കല്ലെടുത്താൽ ഒരു പ്രത്യേക പവർ കിട്ടുമെന്നും, ബ്ലാക്ക് കളർ കല്ലെടുത്താൽ പണിയാണെന്നും, റെഡ് കളർ കല്ല് നമുക്ക് ശേഖരിച്ച് വെക്കാം. അതിൻ്റെ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. റെഡ് കളർ കല്ല് ശേഖരിച്ച് വെച്ചതിന് ശേഷമാണ് അതിന് എന്താണ് ഇത് കിട്ടുക എന്ന് പറയുള്ളൂ. അപ്പം എല്ലാവരും ചുറ്റിനും നിൽക്കണം. ഗാർഡൻ ഏരിയയിൽ ഒരു ഫോഡിയോ ഉണ്ടാവും, അതിനകത്താണ് കല്ല്. അപ്പോൾ ഓടിപ്പോയി ബസർ അടിക്കുമ്പോൾ ഓടിപ്പോയി അതിൽ നിന്ന് കല്ലെടുക്കുക, തിരിച്ചു വരിക, ഏതൊക്കെ കല്ലാണ് കിട്ടിയതെന്ന് നോക്കുക. അതാണ് ഗെയിം. അപ്പം ഫസ്റ്റത്തെ ഗെയിം കഴിഞ്ഞു, കല്ലെടുക്കൽ കിട്ടി. ഫസ്റ്റത്തെ ഗോൾഡൻ കളർ കല്ല് കിട്ടിയത് നമ്മുടെ അക്ബറിനാണ്. അക്ബറിന് ഒരു സൂപ്പർ പവർ കിട്ടി. ഡയറക്റ്റ് ആരെങ്കിലും അടുത്ത വീക്കിലേക്ക് നോമിനേറ്റ് ചെയ്യാം. അതുപോലെ ബ്ലാക്ക് കളർ കല്ല് കിട്ടിയിരിക്കുന്നത് അബി, രന ഫാത്തിമ ആൻഡ് അനീഷിനായിരുന്നു. അവർക്ക് ബ്ലാക്ക് കളർ കല്ല് കിട്ടിയതിന് പണിഷ്മെൻ്റ് ഉണ്ട്, പിന്നെ പണിയുണ്ട്. പിന്നെ റെഡ് കളർ കല്ല് കുറച്ച് പേർക്കേ കിട്ടിയിട്ടുള്ളൂ. കിട്ടിയവരിങ്ങനെ കൗണ്ട് ചെയ്ത് വെച്ചു. റെഡ് കളർ കല്ലിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, അതെന്താണെന്ന് പറഞ്ഞിട്ടുമില്ല ഉള്ളത്. അപ്പം അതാണ്. അപ്പോൾ അക്ബർക്ക് കിട്ടി. ഇനി അത് ഗോൾഡൻ കളർ അതിൻ്റെ പവർ കിട്ടണമെങ്കിൽ ഒരു കാര്യവും കൂടെ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അടുത്ത ഗെയിമിലേക്ക് അക്ബറിന് പകരക്കാരനായിട്ട്
ഒരാളെ ഗോൾഡൻ കളർ കല്ലെടുക്കാനും വിടണം. അത് നമുക്ക് പറയാം. അപ്പം അതിന് അക്ബർ സെലക്ട് ചെയ്തത് ആരെന്ന് വെച്ചാൽ നമ്മുടെ ആര്യനെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റുള്ള ബ്ലാക്ക് കല്ല് കിട്ടിയവർക്കുള്ള പണി എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു അറബാൻ, ഈ മട്ടിയും കല്ലൊക്കെ എടുത്തുകൊണ്ടുപോകില്ല, ആ ഒരു ഉന്തുവണ്ടിയിൽ ഒരാൾ ഇരിക്കണം, ഒരാൾ നിന്ന് കണ്ണ് കെട്ടണം, ഒരാളുടെ വായി അടക്കണം. അതിൽ സെലക്ട് ചെയ്തത് ഇരിക്കാനായിട്ട് നമ്മുടെ അബിയും, കണ്ണ് കെട്ടാനായിട്ട് അനീഷും, രന വായി അടക്കാനായിട്ടാണ്. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇത് അനങ്ങിക്കൊണ്ടേ ഇരിക്കണം, ഈ ഇരിക്കണം അറബാൻ അനങ്ങിക്കൊണ്ടേ ഇരിക്കണം, നിർത്താൻ പാടില്ല എന്നായിരുന്നു. അത്യാവശ്യം കുറച്ച്, കാരണം എന്താണെന്ന് വെച്ചാൽ വെയിറ്റുള്ള ആളെങ്ങനെ പിടിക്കുമ്പോൾ കൈ സ്ട്രെയിനാണ്. അതായിരുന്നു പണി. അത് ബിഗ് ബോസ് പറയണ വരെ അത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഇരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എത്ര വേണമെങ്കിലും ഇവരെ ഇറിറ്റേഷൻ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അബി ചെയ്തു, എനിക്ക് വെള്ളം കുടിക്കണം, കിച്ചണിൽ പോകണം, വെള്ളം വേണം, അങ്ങനെ. പക്ഷേ ഒരുപാടൊന്നും ഇറിറ്റേറ്റ് ഒന്നും ചെയ്തില്ല, വെറുതെ അങ്ങനെ ആയിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നിവീനാണ്. നിവീന് ഡ്രസ്സ് ചോദിക്കുന്നുണ്ട് വീണ്ടും നമ്മുടെ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ട്, ഞാനിത് മോഷ്ടിച്ചു, പ്ലീസ് ഇതിനുള്ള എന്താണെന്ന് വെച്ചാൽ എനിക്ക് തരണം, എത്രയും പെട്ടെന്ന് എനിക്ക് ഈ ഡ്രസ്സ് ഇടാൻ പറ്റില്ല, കളർഫുൾ ഡ്രസ്സ് വേണം, ഞാനിങ്ങനത്തെ ഡ്രസ്സ് ഇടാറില്ല എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ആര്യൻ്റെയാണ് മോഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആര്യനും ജിസയിലും ബാൻഡ് അന്വേഷിക്കുകയാണ്. അവരുടെ ഡ്രസ്സെല്ലാം മാറ്റി വെച്ച് ബാൻഡ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ അന്വേഷണത്തിൽ നിവിനും കൂടിയിട്ട് പറയേണ്ട, എവിടെ വെച്ചു, നീ ശ്രദ്ധിക്കേണ്ടേ വെക്കുമ്പോൾ, നിനക്ക് സംശയമുണ്ടോ ഞാനാണ് എടുത്തതെന്ന് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതാണ് കാണിക്കുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അക്ബറിനെയാണ് കാണിക്കുന്നത്. അക്ബർ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് പറയാണ്, റെലവൻ്റായ കണ്ടൻറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് രേണുസുധിനെ ഞാൻ അങ്ങനെ പറഞ്ഞത് മോശമായെങ്കിൽ ഞാൻ സോറി പറയാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അക്ബറിന് പറഞ്ഞത് മോശമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അക്ബർ ക്യാമറയ്ക്ക് മുന്നിലല്ലല്ലോ പറയേണ്ടത്. അത് പറയേണ്ടത് നമ്മുടെ രേണുസുധിയോട് പോയിട്ടല്ലേ പറയേണ്ടത്, മാപ്പ് പറയാം, വിഷമമായി തോന്നിയെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ അക്ബർ പറയുന്നത് നമ്മുടെ പ്രേക്ഷകരോടാണ് അക്ബർ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ പ്രേക്ഷകരായി നമുക്കത് മനസ്സിലാവുമല്ലോ, ഷോ ഇറക്കണ്ട, അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ആരാണ് അവിടെ കണ്ടൻറ്റ് കൊടുക്കുന്നത്, എല്ലാവരും കാണിച്ചു കൂട്ടുന്നത് കണ്ടാൽ അറിയാം, എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ റെലവൻ്റായ കണ്ടൻറ്റ് അവിടെ ആരും കൊടുക്കണില്ല. അടുത്ത സീനിൽ രണ്ടാമത്തെ റൗണ്ടാണ് കാണിക്കുന്നത്. അതിൽ ആര്യന് ഗോൾഡൻ കല്ല് കിട്ടി. അക്ബർ പറഞ്ഞയച്ചാണ്, അക്ബർക്ക് വേണ്ടി ആര്യന് കല്ലെടുക്കാൻ പറഞ്ഞയച്ചാണ്. അപ്പോൾ ആര്യന് അത് ഗോൾഡൻ കല്ല് കിട്ടുകയും ചെയ്തു. കിട്ടിയ ശേഷം അവൻ ഒരു പൗച്ചുണ്ട്, അതിലേക്ക് ഇടാൻ ശ്രമിക്കുന്ന നേരം ഗോൾഡൻ കല്ല് വീണു പോകുന്നത് അവൻ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അത് ഷാനവാസ് എടുത്തു. അത് ഷാനവാസിൻ്റെ നല്ലൊരു പ്ലേ തന്നെയായിരുന്നു. കാരണം അത് അങ്ങനെ പ്ലേ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ആര്യൻ ചോദിച്ചു, അപ്പോൾ തന്നെ അത് ഞാൻ എടുത്താണ്, ബസ്സറടിച്ചു, പുറത്ത് വന്നു, എനിക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഷാനവാസ് കൊടുത്തില്ല. എന്നിട്ട് ബിഗ് ബോസിനോട് ചോദിച്ചപ്പോൾ അത് ഷാനവാസിൻ്റെ കല്ലായി. ഇപ്പോൾ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേർക്കും അക്ബറിന് വേണ്ടി ആര്യൻ കല്ലെടുക്കാതെ ഇരുന്നത് കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും നോമിനേഷൻ ചെയ്യേണ്ടി വരും. രണ്ടിൽ ആരാണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് ഒരാളെ നോമിനേഷന് പറഞ്ഞയക്കേണ്ടി വരും അടുത്ത ആഴ്ചയിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടുപേരെയും കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് സംസാരിച്ച് രണ്ടുപേരും കൂടെ തീരുമാനിച്ച് ഒരു ഇതെടുക്കാൻ പറയുന്നുണ്ട്. അപ്പം രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് ആര്യൻ പറയുന്നുണ്ട്, ഇപ്രാവശ്യം ഞാൻ നോമിനേഷനിൽ ഓൾറെഡി ഉണ്ട്, അടുത്ത പ്രാവശ്യം ഡയറക്റ്റായി പോകാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ കുറച്ച് നേരം രണ്ടുപേരും സംസാരിച്ചിരുന്നു. എന്നിട്ട് അവസാനം ആര്യൻ പറഞ്ഞു, ഓക്കെ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് അത്ര നേരം തർക്കിച്ചിരുന്ന അക്ബർ പറയണേ, ഇല്ല നീ പോകണ്ട, ഞാൻ പൊക്കോളാം, ഞാൻ ആയിക്കോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അക്ബറാണ് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഗെയിമിൽ അടുത്തതായിട്ട് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഉള്ളവർക്ക് പണി ഇപ്രാവശ്യം 4 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് വെച്ചാൽ ഷാനവാസ്, അക്ബർ, ആര്യൻ, അനീഷ് 4 പേരുണ്ട്. അപ്പോൾ ഒരാൾക്കും കൂടെ, ഒരാൾ കണ്ണ് കെട്ടുന്നു, ഒരാൾ വായി അടയ്ക്കുന്നു, മറ്റേ ആൾക്ക് ആന നടത്തമാണ് പറഞ്ഞത്. പിന്നെ അറബാനിലിരിക്കാൻ ഒരാൾ, അറബാനിലിരുന്നത് നമ്മുടെ അനീഷാണ്. ബാക്കി ആന നടത്തം നടന്നത് ആര്യനാണ്.
പ്രത്യേകിച്ച് അങ്ങനെ ഇറിറ്റേറ്റ് ഒന്നും ചെയ്തില്ല. പക്ഷേ അനീഷിന് ഇരുന്നപ്പോൾ തൊട്ട് അനീഷ് വീഴുന്നുണ്ട്. അതിന് മനഃപൂർവ്വം വീഴ്ത്തുന്ന കോമിക്കായിട്ടായിരുന്നു തോന്നിയത്. കാരണം അനീഷ് ഇരിക്കുന്നു, വീഴുന്നു. ഇത് അവർ മനഃപൂർവ്വം തട്ടിയിടുകയാണോ അതോ വീഴുകയാണോ എന്നും മനസ്സിലായില്ല. അടുത്ത സീനിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ അനുമോള് വന്നിട്ട് ശരത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇൻഡിവിജ്വലായി കളിക്കാൻ വന്നാണെങ്കിൽ ഇൻഡിവിജ്വലായി കളിക്കണം, ഗ്രൂപ്പിസം ഇവിടെ നടത്തരുതെന്ന് ശരത്തിനോട് പറയുന്നുണ്ട്. ശരത് പറയുന്നുണ്ട് ഇല്ല, ഞങ്ങൾ ഗ്രൂപ്പിസം നടത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അനുമോൾ സമ്മതിക്കില്ല, ശരത്തേട്ടൻ ഇവിടെ ഗ്രൂപ്പിസം തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, ശരത്തേട്ടനും പിന്നെ കുറച്ച് പേരും കൂടെ ഉണ്ട് ഇതിനകത്ത്. ശരിയാണ്, അവിടെ ഒരു ഗ്രൂപ്പിസം ഉണ്ട്. അപ്പാനി ശരത്തിൻ്റെ പിറകിൽ കുറച്ച് പേര് കൂടി അപ്പാനി ശരത്തിൻ്റെ കൂടെയാണ് ഒരു ഗെയിം അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പിസം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കും തോന്നിയായിരുന്നു അത്. അപ്പോൾ അപ്പാനി ശരത്ത് മറ്റ് അക്ബറിനോടും അവിടെ ഇരിക്കുന്ന അർബാൻ തലയും കൊണ്ടിരിക്കുന്നവരോട് ചോദിക്കുകയാണ്, ഞാനിവിടെ ഗ്രൂപ്പിസോണോ കളിച്ചത്? ഞാൻ ഇന്നലെ എല്ലാവരും കൂടി സംസാരിച്ചത് ഇന്നലെ രാത്രി അവർ പുറത്തിരിക്കുമ്പോൾ അവരെ ആരെങ്കിലും ഒരാളിനെ പുറത്താക്കണം, ഗെയിം കളിക്കണം എന്ന് എല്ലാവരോടും കൂടെ സംസാരിച്ചാൽ അതെങ്ങനെ ഗ്രൂപ്പിസാവും? അത് ഗ്രൂപ്പിസൊന്നും അല്ലല്ലോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ അക്ബറിനോട്, ഇവളുമാരുടെ സ്വഭാവമൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഓരോ ദിവസം കൂടുന്തോറും ഓരോരുത്തരുടെ സ്വഭാവമൊക്കെ പിടിയിട്ടുണ്ട്. ഇവരുമാർക്കൊക്കെ ഇരട്ടത്താപ്പ് ഞാൻ കൊടുക്കുന്നുണ്ട്, ഓരോ വീക്കെൻഡിലും ഓരോ പണികളായി ഇവളുമാരെ കൊടുത്തുകൊണ്ടിരിക്കും എന്നുള്ള രീതിയിൽ ശരത്ത് പറയുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത്, അപ്പം ഈ അർബാൻ തള്ളിക്കൊണ്ടിരുന്ന് വന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അക്ബറുടെയും നമ്മുടെ ആര്യൻ്റെയും റെഡ് സ്റ്റോൺസ് കാണാനില്ല. അപ്പം കാണാനില്ലാതാകുമ്പോൾ അന്വേഷിക്കുന്നുണ്ട്, അവർ നടക്കുന്നുണ്ട്. സംഭവം ഇത് എനിക്ക് തോന്നുന്നു ഇതും നിവീനാണ് മോഷ്ടിച്ചത് എന്ന് തോന്നുന്നു. കാണാനില്ല, 6 അല്ല, അവിടെ 3 അങ്ങനെയൊക്കെ ഉള്ളൂ. മറ്റേ അക്ബറിൻ്റെ കിട്ടിയ ഒരു ഗോൾഡൻ കോയിനും കാണുന്നില്ല. അപ്പോൾ ഗോൾഡൻ കോയിനും കാണുന്നില്ല. അപ്പോൾ എനിക്ക് ഇത് നിവീനാണ് മോഷ്ടിച്ചത്. അപ്പോൾ അവർ അന്വേഷിക്കുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട് എൻ്റെ ഗോൾഡ് കോയിൻ കാണാനില്ല, അതന്വേഷിച്ച് നടക്കുന്നുണ്ട്. റെഡ് കോയിൻ കാണാനില്ല, അതന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പം നിവീൻ പോയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അക്ബറോട് പോയി പറയുന്നുണ്ട്, നിവീനാണ് ഗോൾഡൻ കോയിൻ എടുത്തിരിക്കുന്നത്, ഒരു റെഡ് കോയിൻ തന്നാൽ അത് ഞാൻ നമ്മുടെ ആര്യന് കൊടുത്തിട്ട് താങ്കളുടെ ഗോൾഡ് കോയിൻ ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറയുന്നുണ്ട്. അപ്പം നിവീൻ പറയുന്നുണ്ട് ഒരു റെഡ് കോയിൻ തന്നാൽ ഈ ഗോൾഡ് കോയിൻ ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് അക്ബറിനോട് പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് അക്ബറോട് ഒരു റെഡ് കോയിൻ മേടിച്ചിട്ട് നമ്മുടെ ആര്യനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട് ഈ റെഡ് കോയിൻ ഇപ്പോൾ എവിടെ നിന്നാണ് കിട്ടിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ അക്ബറിൻ്റെ നിന്ന് മേടിച്ചതാ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അടുത്ത സീൻ വന്നിട്ട് അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഹാളിലിരിക്കുമ്പോൾ ഈ ആര്യൻ ഈ റെഡ് കോയിൻ കാണാത്ത വിഷമം ഇങ്ങനെ പറയുമ്പോൾ അനീഷ് അവിടെ കിടന്ന് ചലിച്ചുകൊണ്ടിരിക്കുക, നിൻ്റെ റെഡ് കോയിൻ കാണുന്നില്ലെങ്കിൽ അത് നിൻ്റെ വിഷയമാണ്, ഇവിടെ ഞങ്ങളുടെ വിഷയമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആര്യൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ സംസാരിച്ചിരിക്കണതിൻ്റെ ഇടയിൽ ഓടിപ്പോയിട്ട് നമ്മുടെ അനീഷിൻ്റെ പോക്കറ്റിൽ നിന്ന് സ്റ്റോൺ എടുക്കാൻ നോക്കുമ്പോൾ കോയിൻ എന്നാണല്ലോ ഇത്ര നേരം ഞാൻ പറഞ്ഞത്, സ്റ്റോണാണ് കേട്ടോ, മാറിപ്പോയതാണ്. അപ്പോൾ സ്റ്റോൺ എടുക്കാൻ നോക്കും. അതോടെ അനീഷിന് ദേഷ്യം വരും, എൻ്റെ അനുവാദം ഇല്ലാണ്ട് എൻ്റെ പോക്കറ്റിൽ കൈയിടാനും ഇതൊക്കെ എന്താണ് അവകാശം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു വയലൻ്റായിട്ടുള്ള ആ ഒരു ചവിട്ടും ഞാൻ എന്നുള്ള റിയാക്ഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഇപ്പം നിനക്ക് വിഷമമായില്ലേ, നിൻ്റെ സ്റ്റോൺ പോകുമെന്ന് അറിഞ്ഞപ്പോൾ എങ്ങനെ നിനക്ക് വിഷമമായില്ലേ, അതേ വിഷമം തന്നെയാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശാരിക ചേച്ചി വരുന്നുണ്ട്. ഒരു അനുവാദമില്ലാതെ ഒരാളുടെ ദേഹത്ത് പോയി എങ്ങനെ തൊടും എന്നുള്ളൊക്കെ രീതിയിൽ ഇവരൊന്നും സ്വന്തമായി കണ്ടൻ്റൊന്നും ഉണ്ടാക്കണില്ല, ആരുടെയെങ്കിലും കണ്ടൻ്റിൽ പിടിച്ച് തൂങ്ങി കിടക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ എന്തുവാ അവർ തമ്മിൽ വഴക്കിട്ടതിൽ ശാരിക വന്നിട്ട് ആര്യൻ പറയുകയും ചെയ്തു, നിങ്ങൾക്ക് വിഷമം തോന്നിയില്ല, ഇതേപോലെ തന്നെ എൻ്റെ സ്റ്റോൺ കാണാണ്ടായപ്പോൾ എനിക്കും വിഷമം തോന്നി, പിന്നെ അതിൽ കടിച്ച് തൂങ്ങി കിടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും ശാരിക കുറച്ച് നേരമൊക്കെ അതിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നൈറ്റാണ് കാണിക്കുന്നത്. ശരത്തും ടീമും ആരുടെയെങ്കിലുമൊക്കെ പുറത്താക്കണം, ഇന്നെങ്കിലും ആരുടെയെങ്കിലും പുറത്താക്കണം എന്നുള്ളത് സംസാരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത കാണിക്കുന്നത് നമ്മുടെ കട്ടിലിൻ്റെ ഭാഗത്ത് ഇരിക്കുന്നതാണ്. ഷാനവാസ് ഇരിക്കുന്നില്ല, ഷാനവാസ് അപ്പുറത്ത് ഗാർഡൻ ഏരിയയിൽ പോയിട്ട് മെഡിസിൻ കഴിക്കണം, വാഷ്റൂമിൽ പോകണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് ഈ കട്ടിലിൻ്റെ അടുത്തോട്ട് വരാണ്ട് അപ്പുറത്ത് പോയി ഇരുന്ന് സംസാരിക്കാൻ കാര്യങ്ങൾ. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇത് ചെയ്യാൻ പാടില്ല, അവിടെ പോയി ഇരിക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരം. നമ്മുടെ ഷാനവാസ് അത് വിട്ടുകൊടുക്കുന്നില്ല, ഷാനവാസ് അവിടെ ഇരുന്ന് മെഡിസിൻ കഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് രാത്രിയായി ബിൻസി ഉറങ്ങുന്നുണ്ട്. ബിൻസി ഉറങ്ങുന്നത് നോക്കിയിട്ട് വരികയാണ്, മറ്റുള്ള അകത്തുള്ള കണ്ടസ്റ്റൻസ് വരുന്നുണ്ട്, നമ്മുടെ അപ്പാനി ശരത്തും
സരിക അവരൊക്കെ വരുന്നുണ്ട്. ബിൻസി ഇങ്ങനെ പൊക്കാൻ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ബിൻസി ഉണർന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ജിസേൽ. ഇവർ ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് ചെയേഴ്സൊക്കെ ഇങ്ങനെ ചുറ്റും വെച്ച്, കാരണം അനക്കം കേട്ടാൽ തന്നെ എണീക്കാം. എന്തായാലും മൈൻഡിൽ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നന്നായി ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെ ഇവർ വന്ന് ഈ ചെയർ ഇങ്ങനെ എടുത്ത് പൊക്കലും അപ്പോഴും ജിസയിലും എണീച്ചു. അപ്പം അതവിടെ നടന്നില്ല. എന്നിട്ട് ഇവരൊക്കെ ചിരിച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ലൈവിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രമോ ഉണ്ടായിരുന്നല്ലോ ശൈത്യനെ പൊക്കിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ ബിന്നി വന്ന് ശരത്തിനെയും അക്ബറിനെയും വിളിച്ചിട്ട് വരുന്നുണ്ട്. ഒരു മോർണിംഗ് ടൈം ആയി, ഒരു 6 മണിയൊക്കെ ആയി. അപ്പോൾ വിളിച്ചുകൊണ്ട് വന്നു. ശൈത്യ ഉറങ്ങുന്നത് കണ്ടിട്ട് ഇവർ വന്നു, കട്ടിലെടുത്ത് പൊക്കി കുറച്ച് ദൂരം പോകുമ്പോഴേക്കും ശൈത്യ ഉണർന്നു. അതുകൊണ്ട് ആ അറ്റംപ്റ്റ് അവിടെ നടന്നിട്ടില്ല. ഇതാണ് ഇന്നത്തെ ഇപ്പോൾ കുറച്ച് നേരത്തെ നടന്ന ലൈവ് അപ്ഡേറ്റ് ഇതായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്ന റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.